എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അലോട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മെറിറ്റ് സീറ്റുകളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ ഇപ്പോൾ പ്രൈവറ്റിൻ്റെ മെഡിക്കൽ കോഴ്സ് ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും നിങ്ങൾ ഡൊണേഷൻ ആയിട്ടും ഫീസായിട്ടൊക്കെ ഒരുപാട് എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും മെറിറ്റ് സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൊണേഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കേരളത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിലൊക്കെ പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പിന്നെ കേരളത്തിന് പുറത്താണ്. ലൈക്ക് ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒരുപാട് കുട്ടികൾ നഴ്സിംഗിനാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ അവിടെ ചൂസ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് നിരവധി മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളും അവൈലബിൾ ആണ്. അവിടെ തന്നെ നമ്മൾ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഫീസ് സ്ട്രക്ചർ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് പല കുട്ടികളും കേരളത്തിന്റെ പുറത്ത് പോയൊക്കെ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു കാര്യമല്ല, നമ്മൾ കേരളത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ അതേപോലെ തന്നെ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കാണെങ്കിലും ഒരു എൻട്രൻസ് എക്സാം ഇല്ല. നമ്മളുടെ +2 മാർക്കിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻസും അതിന്റെ അലോട്ട്മെന്റ്സും ഒക്കെ എടുക്കുന്നത്. LBS എന്ന് പറയുന്ന അലോട്ട്മെന്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് +2 റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമാണ് LBS അലോട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറ്റ് എ ടൈം തന്നെ നഴ്സിംഗിലേക്കും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഒരുമിച്ച് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും നമ്മളുടെ ചാനൽ ത്രൂ നിങ്ങൾക്ക് ഫുൾ അപ്ഡേറ്റ്സ് നൽകുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കോളേജസിനൊക്കെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ഈ ഒരു നമ്മൾ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു കരിയർ ചൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഇന്ന ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് എന്തൊക്കെയാണ് ഒരു കോഴ്സ്, ഇപ്പോൾ ഒപ്റ്റോമെട്രി ആണ്, ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റോമെട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ MLT ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഡിയോളജി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഓർത്തോപ്റ്റിക്സ് ആയിക്കോട്ടെ, ഒരുപാട് നമുക്കൊരു 15ഓളം കോഴ്സുകൾ ഈ ഒരു LBSന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി കോഴ്സസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ LBS എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. +2 മാർക്ക് അടിസ്ഥാനത്തിലാണ്. നല്ല മാർക്കുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഒരു 80% ഒക്കെ മാർക്കുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ ഈ ഒരു അലോട്ട്മെന്റ് വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നഴ്സിംഗിന് സെപ്പറേറ്റ് നിങ്ങൾക്ക് പ്രൈവറ്റ് അലോട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്, PNC MAC, AMCS FNCK. അതേപോലെ തന്നെ LBSന്റെ ഏകദേശം LBS പോലെ തന്നെയാണ് CPAS അലോട്ട്മെന്റ്. ഇങ്ങനെ നിരവധി അലോട്ട്മെന്റ്സ് നമ്മൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ അലോട്ട്മെന്റ്സും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ുള്ളത് വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പാരാമെഡിക്കൽ അതേപോലെ തന്നെ നഴ്സിംഗ് ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രൻസ് എക്സാം ഒന്നുമില്ല. +2 മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ അലോട്ട്മെന്റ്സ് എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ടേക്ക് കെയർ.